വന്നിട്ട് നമ്മൾ കാവശ്ശേരി പൂരത്തിൻ്റെ നമ്മൾ ഒരു ആഴ്ച മുമ്പ് ചെയ്യുന്ന കുറിയിലാട്ടോ. അപ്പോൾ ഇത് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ പൂരമാണെന്ന് നാട്ടുകാരെ അറിയിക്കുന്ന ഒരു ഇതാണ് കേട്ടോ ഇത്. അപ്പം നമ്മൾ ഇതേപോലെ എല്ലാവരും കൂടി ഇന്ന് ദൈവത്തിനെ വിളിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളെല്ലാവരും കൂടി പന്തം കത്തിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഞാനുണ്ട്, പിന്നെ കണ്ണനുണ്ട്, അഞ്ജലി ഉണ്ട്, അതുലേട്ടനുണ്ട്, പിന്നെ കുഞ്ഞുണ്ട്, അബിയേട്ടനുണ്ട്, അങ്ങനെ എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മളിത് കത്തിക്കാൻ വേണ്ടി വന്നതാട്ടോ. അപ്പോൾ അതേ അഞ്ജലിൻ്റെ അച്ഛൻ ഒരു ഓലയിൽ ഇങ്ങനെ തീ കത്തിച്ചിരുന്നു. നമ്മളെല്ലാവരും വന്നിട്ട് എല്ലാ ഭാഗത്തേക്കും നമ്മൾ ആക്കണം കേട്ടോ. അപ്പോൾ നമ്മളിത് എല്ലാവരുടെയും ഓലയ്ക്ക് ആക്കുന്നുണ്ട് കേട്ടോ. ഈ സാധനം നല്ല രീതിക്ക് തന്നെ തീ പിടിക്കും. പിന്നെ നമ്മൾ മറ്റേ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. തീ ഓവറായി പിടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് എൻ്റെ നല്ല രീതിക്ക് തന്നെ കത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല രീതിക്ക് തന്നെ ഇളക്കി കൊടുത്തു. പിന്നെ നമ്മളിത് ദേവീനെ വിളിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നടന്നിട്ടുണ്ട് കേട്ടോ. കണ്ണപ്പൻ എന്തിനാ ചാച്ചൻ പിടിക്കാൻ വരുമ്പോൾ പിടിക്കേണ്ട, അവൻ ഒറ്റയ്ക്കാക്കാന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുകയായിരുന്നു. പിന്നെ നമ്മളെല്ലാവരുടെയും കെട്ടൊക്കെ വീടുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരുടെയും കെട്ടൊക്കെ വെച്ച് നമ്മൾ നടക്കുകയാണ് ദൈവത്തിനെ വിളിച്ചിട്ട്. അങ്ങനെ നമ്മൾ നടക്കുന്നുണ്ട്. 3 റൗണ്ട് നമുക്ക് ഫുള്ളായിട്ട് നടക്കണവേ. എന്നിട്ട് നമ്മൾ തീ കൊളുത്തുവേ. അപ്പോൾ നമ്മളിത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഫസ്റ്റ് റൗണ്ട് നമ്മൾ മെല്ലെ ചുറ്റി, പിന്നെ സെക്കൻഡ് റൗണ്ട് നമ്മൾ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കണ്ണനെ സൂചിച്ചതിനെ പിടിച്ചിട്ടാണ് നടത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ പരമാവധി നമ്മൾ വിട്ടിട്ടാണ് ചെയ്യാൻ നോക്കുന്നത്. കാരണം തീയാണ്, ഡേഞ്ചർ ആയതുകൊണ്ട് പരമാവധി വിട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമ്മളിതേപോലെ തീയൊക്കെ നമ്മൾ കുറേ നേരം ഇങ്ങനെ ആട്ടുന്നുണ്ട് കേട്ടോ. ആട്ടുന്നത് നമ്മൾ വന്നിട്ട് തീ ആളി കത്താതിരിക്കാൻ. എൻ്റെ പകുതിയൊക്കെ കഴിഞ്ഞു, എൻ്റെ പെട്ടെന്ന് ഫുള്ള് കഴിഞ്ഞ് കൈക്ക് പിടിച്ചപ്പോൾ ഞാൻ താഴ്ത്തിട്ടു കേട്ടോ. ഞാൻ ഇല്ല കേട്ടോ കൊളുത്തുന്ന വീഡിയോയിൽ ഇങ്ങനെ തീ കൊളുത്തുന്ന ഇതിൽ എനിക്ക് ഭയങ്കര സങ്കടമായെന്നാലും കുഴപ്പമില്ല. അങ്ങനെ നമ്മളിത് അവരെല്ലാവരും കൂടി തീ കൊളുത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഈ ഓലയുടെ ഫുള്ള് തീ കൊളുത്തിയിട്ട് ഓടിപ്പോയിട്ട് അവിടെ ഒരു കുഴിയുണ്ട്. ആ കുഴിയിലേക്ക് ഇതേപോലെ നമ്മുടെ ഓല ഇടും കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവരും ഇട്ടു. പിന്നെ അബിയേട്ടന് മാത്രം എല്ലാവിടേക്കും പിടിക്കട്ടെ കണ്ട് നിൽക്കുമായിരുന്നേ. നമ്മുടെ